ഹായ്, എല്ലാ കൂട്ടുകാർക്കും റഷ്മി ലോക്സിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. 2025 മോഡൽ സ്കോഡ കൈലാക്കിലെ സിഗ്നേച്ചർ പ്ലസ് വരുന്നതാണ്. നമുക്ക് സ്കോഡ കൈലാക്കിലെ സിഗ്നേച്ചർ മോസ്റ്റ് വാല്യൂ ഫോർ മണി എനിക്ക് ഫീൽ ചെയ്തത് ഈ സിഗ്നേച്ചർ പ്ലസ് ആണ്. സിഗ്നേച്ചർ പ്ലസ്സിൽ ബാക്കിൽ ആകെപ്പാട് മിസ്സിംഗ് ആയിട്ടുള്ള വൈപ്പർ മാത്രമാണ്. ബൈക്ക് എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 1,77,000 രൂപയുടെ GST ബെനിഫിറ്റ് വന്നപ്പോൾ കൈലാക്കിൽ നിങ്ങൾക്ക് GST വന്നു എന്നുള്ളതാണ്. നമുക്ക് GST കുറവിൽ. അപ്പോൾ ഈ വേണ്ടിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത്, എത്രയുണ്ട് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കൈലാക്ക് സിഗ്നേച്ചർ പ്ലസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 4 വേരിയൻറ്റിലാണ് വരുന്നത്. ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ് ആൻഡ് പ്രസ്റ്റീജ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണുള്ളത്. ഹൈറ്റ് ബീം, ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് LED DRL കാണാം. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വേണ്ടി വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങൾ തന്നെ കൈലാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിലെ ഗ്രില്ല് ഞങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണുള്ളത്. ടോപ്പിൽ സ്കോഡയുടെ ഒരു ലോഗോ കാണാം. ഇനി ഫ്രണ്ടിലെ സിൽവർ കളറിലെ സ്കിപ്പ് ലൈറ്റ് പുറത്ത് കൊടുക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 189 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൈലാക്കിന് വരുന്നത്. ഇനി നമുക്ക് വശങ്ങളിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് സിൽവർ കളറിലുള്ള അലേ വീൽസ് ആണുള്ളത്. 215/60/16 സൈസ്. ഫ്രണ്ട് ഡിസ്ക്, ബാക്കിലെ ഡ്രം ബ്രേക്കുകളാണ്. ടോപ്പ് എൻഡിൽ മാത്രമാണ് 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലേ വീൽസ് വരുന്നത്. അടുത്ത സ്കോഡയുടെ ഒരു ലോഗോ കാണാം. മിറേഴ്സിൽ LED കാലിബ്രേറ്റഡ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളുടെ ലുക്ക്. വശങ്ങളുടെ ചുറ്റും ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇങ്ങനെ പോകുന്നത് കാണാം. ഈ വേണ്ടിൽ ഡോർ ഹാൻഡിൽസ് ക്രോം ഇൻസെറ്റിലാണ്. കീല സെൻറ്റർ കാണാം. പ്ലെയിൻ ഗ്ലാസ്സുകളാണുള്ളത്. UV കട്ട് ഗ്ലാസ്സുകൾ തന്നെ വരുന്നില്ല. ടോപ്പിൽ നമുക്ക് റൂഫ് റൈസ് കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണുള്ളത്. റൂഫ് റൈസിൻ്റെ നമുക്ക് ഡു നോട്ട് അപ്ലൈ ലോഡ് എന്ന ബാജിങ് കാണാം. നമുക്ക് നല്ല വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ വീട്ടിൽ നമുക്ക് സിംഗിൾ സൺ റൂഫ് വരുന്നില്ല. സൺ റൂഫ് വരുന്നത് ടോപ്പ് എൻഡിൽ പ്രസ്റ്റീജ് വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇനി ബാക്കിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളുടെ ബാക്കിൻ്റെ ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സ്പോയിലർ വേണ്ടില്ല. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പോട്ടി ലുക്ക് കിട്ടേനെ. നടുക്കായിട്ട് ഹാമോയുടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് D4 ഗ്ലാസ് ആണ്. വൈപ്പർ വരുന്നില്ല. സ്കോഡാണ് ബാജിങ് ആണ്. എൻഡിലാണ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടെയിൽ ലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഫുൾ LED ആയിട്ടാണ്. സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ഹാലജനായിട്ടാണുള്ളത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേണ്ടിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈലാക്കുന്ന ഒരു ബാജിങ് ആണ്. വേറെ വേരിയൻറ്റിൻ്റെ ബാജിങ് കൊണ്ടും തന്നെ വരുന്നില്ല. ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിലെ വലിയ ബൂട്ടുകളാണുള്ളത്. ഞങ്ങൾക്ക് 320 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഉള്ളത്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ തന്നെ ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽ തന്നെയാണ് വരുന്നത്. ഇനി ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെൻറ്ററിലാണ്. കീല സെൻറ്റർ ആംഗിൾ വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ബ്ലാക്ക്, ഇവിടെ ഒരു ബാംബു ഫിനിഷ് പോലത്തെ വന്ന ഫിനിഷ് ആംഗിൾ കൊടുത്തിരിക്കുന്നു. ഡോർ പാർട്ടിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗോൾഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ടോപ്പിലെ ബ്ലാക്ക്, ഇവിടെ ഒരു ബീച്ച് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 പൗണ്ടർ കൺട്രോളർ. ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിലോട്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോടെ സീറ്റുകളാണ്. ഇൻസൈഡ് ബ്ലാക്ക് ഫിനിഷ്, ഔട്ടറിൽ ഒരു വൈറ്റ് ഫിനിഷാണ് വരുന്നത്. ഇത് മാനുവൽ വേരിയൻ്റാണ്. 3 പെഡലുകൾ കാണാം. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ അവിടെ കൊടുത്തിരിക്കുന്നു. ഈ വശത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കാണാം. ഈ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി അകത്തെന്നുള്ള ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം. കൈലാക്ക് സിഗ്നേച്ചർ പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ട് തോന്നുന്ന ഇൻറ്റീരിയർ ആണ് ശരിക്കും വരുന്നത്. ഇവിടെ എല്ലാവരും ബാംബു പാനോഗ്രാഫ്സും കാര്യങ്ങളൊന്നും ഒന്നുമില്ലാതെ വളരെ പ്രീമിയം ആയിട്ട് തോന്നുന്ന ഇൻറ്റീരിയർ ആണ്. ഇവിടെ എല്ലാവരും ബാംബു ഫിനിഷ് പോലെ തോന്നുന്ന ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. സ്റ്റിയറിംഗ് വീലിൽ കൊണ്ട് നമുക്ക് 2 സ്പോക്ക് ആയിട്ടുള്ള ലെതർ ആർട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ടോപ്പിൻ്റെ സിമിലർ സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇടവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലവശത്ത് ഇൻസ്റ്റമംഗ്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു.
ഇടവശത്തായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നത്. അതിൽ തന്നെ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് കൂടിയും വരുന്നുണ്ട്. പല വശത്ത് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം. നോർമൽ കാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇൻസ്റ്റാമോളസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്റ്റാമോളസ്റ്റ് യൂണിറ്റ് ആകുന്നത്. സ്പീഡോമീറ്ററും ആർപിമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് വീൽ ഡിസ്റ്റൻസ് ടു എംറ്റി, നമുക്ക് ഓരോ തീമിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോഡയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം സ്കോഡ പ്ലേ ആപ്സ് കാര്യങ്ങളെല്ലാം എടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് വരുന്നത്. അഡാപ്റ്റീവ് ഗൈഡൻസോടെ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം. ഹാസലായിട്ടൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് വേറെ ബട്ടൺസ് ഡെമി സ്വിച്ചസ് ആയിട്ടാണ്. താഴെ ഓട്ടോമാറ്റിക് ക്യാമറ കൺട്രോൾ ഇട്ടാണ്. ടച്ച് ബട്ടൺസ് ആയിട്ടാണ് വരുന്നത്. താഴത്തേക്ക് വന്നാൽ നമുക്ക് 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ ആണ് വരുന്നത്. നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 കീ ആണുള്ളത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് ഫ്ലിപ്പ് കീസാണ് വരുന്നത്. സെൻറ്റർ ആംബർസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ്. ആൻഡ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷനൊന്നും വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാം. ഗ്രാബ് ഹാൻഡിൽ കയ്യിലാക്കൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗ്രാബ് ഹാൻഡിൽ, ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിൽ ഗ്രാബ് ഹാൻഡിൽ വരുന്നില്ല. കോ ഡ്രൈവർ സൈഡിൽ സംവേഴ്സസിൽ വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങൾ IR-VMS ആണുള്ളത്. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത്. നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യൻ ലുക്ക്. ബാക്ക് യാത്രക്കാർ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വരെ തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ തന്നെ ഡോറുകൾ തുറക്കാൻ പറ്റും. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പെഡെല്ലാം ഡുവൽ ടോൺ കളർ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാം. പവറിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓഡേഴ്സ്. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ കാണാം. നമുക്ക് ബാക്കിൽ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസമായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവർ നിന്ന് പോകുന്നത് ഏകദേശം 15-20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 ആയിട്ടുള്ള സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. കൈലാക്കിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പ് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ കൈലാക്ക്. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് ചെയ്ത് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനത്തെ പ്രത്യേക ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.